A+ കിട്ടാൻ എത്രത്തോളം പഠിക്കണം? വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം XandY Learning. നിങ്ങൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇപ്പോൾ A+ എന്നുള്ളത് നമ്മുടെ ലൈഫിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യവും മൈൽ സ്റ്റോൺ ഒക്കെയാണ് അല്ലേ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഏത് ക്ലാസ്സിലായാലും A+ വാങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ A+ കിട്ടാൻ എത്രത്തോളം പഠിക്കണം? ഞാൻ എല്ലാ 10th-ലും 12th-ലും ഒക്കെ A+ മുഴുവൻ A+ വാങ്ങിയ ഒരാളാണ്. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ഈ ഒരു വിഷയം വീഡിയോ ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ 2007 ഞാൻ SSLC എക്സാം എഴുതുന്നത്. അന്ന് എക്സാം എഴുതുന്ന ആ സമയത്ത് വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടക്കുകയാണ്. അപ്പോൾ വെസ്റ്റ് ഇൻഡീസിലാണ് കളി. കളിയുടെ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഒരു എന്താ പറയാ ഈ ഒരു രാത്രി സമയത്താണ് കളി നടക്കുക. അതായത് നമ്മുടെ എക്സാം പിറ്റേന്നാണെങ്കിൽ തലേന്ന് രാത്രിയാണ് കളി നടക്കുക. അന്ന് ക്രിക്കറ്റ് ജ്വരം ഇങ്ങനെ സച്ചിൻ ടെണ്ടുൽക്കറും രാഹുൽ ദ്രാവിഡും സൗരവ് ഗാംഗുലിയും ഇങ്ങനെ അസ്ഥിക്ക് പിടിച്ച സമയമാണ്. ധോണിയും യുവരാജ് സിംഗ് ഒക്കെ. അപ്പൊ അന്ന് ക്രിക്കറ്റ് കാണാത്ത A+ നമുക്ക് വേണ്ട. അപ്പൊ നമ്മള് ക്രിക്കറ്റ് എന്തായാലും കാണണം. കാരണം 2003 വേൾഡ് കപ്പില് ഫൈനലിൽ എത്തി ജസ്റ്റ് മിസ്സായതാണ്. നിങ്ങൾക്ക് ഇതൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. 2003 വേൾഡ് കപ്പില് ഫൈനലിൽ വരെ എത്തി അവസാനം കപ്പ് മിസ്സായതാണ്. അപ്പൊ ഈ തവണ എന്തായാലും ഞങ്ങൾ കപ്പടിച്ചിരിക്കും എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ആ സമയത്താണ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വരുന്നത്. അതും മാർച്ച് സമയത്ത് നല്ല പരീക്ഷ അങ്ങനെ ചൂട് പിടിച്ചു നിൽക്കുന്ന പരീക്ഷയുടെ തലേന്ന് ആണ് മത്സരങ്ങൾ. എന്തായാലും കളി കാണാതിരിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെ അന്ന് ആ സമയത്ത് ഇന്ത്യ ബംഗ്ലാദേശ്, ഇന്ത്യ ബർമുഡ എന്ന് പറഞ്ഞ രാജ്യമൊക്കെ ഉണ്ട് ക്രിക്കറ്റിൽ കേട്ടോ. അവരുടെ കളിയൊക്കെ കണ്ട എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ത്യ ശ്രീലങ്ക കളിയൊക്കെ വന്ന ഓർമ്മയുണ്ട്. പക്ഷെ ഗൈസ്, ഇന്ത്യ ശ്രീലങ്കയോടും ബംഗ്ലാദേശിനോടും അതിദയനീയമായി പരാജയപ്പെട്ടു. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ വേൾഡ് കപ്പ് ഔട്ടായി. അപ്പൊ അന്ന് A+ കിട്ടിയില്ലെങ്കിൽ അതിനേക്കാളും വലിയ സങ്കടം ഉണ്ടാവുക ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടിയില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ എന്തൊക്കെ ആയാലും ഞാനിങ്ങനെ പുസ്തകം മറിച്ചിങ്ങനെ നിൽക്കും. അപ്പുറത്ത് സച്ചിൻ ടെണ്ടുൽക്കറോ വീരേന്ദർ സേവാഗോ ബാറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ യുവരാജ് സിംഗ് ബാറ്റ് ചെയ്യുന്നുണ്ടാവും. ഇടക്ക് പുസ്തകം നോക്കും, ഇടക്ക് കളി നോക്കും. ഇങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്. എൻ്റെ ഉമ്മ അന്ന് എന്നോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? അതൊക്കെ പുസ്തകം മടക്കി വെച്ചിട്ട് കളി മര്യാദ കണ്ടോളെ എന്ന് ചോദിച്ചു. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിച്ച വെച്ചാൽ എല്ലാം കഴിഞ്ഞപ്പോൾ മുഴുവൻ A+ കിട്ടി. അപ്പോൾ കളിയെ കണ്ട് പഠിച്ച A+ കിട്ടും. അപ്പൊ A+ കിട്ടുക എന്നുള്ളത് ആക്ച്വലി സ്പീക്കിംഗ് ഇന്ന് അത്ര വലിയ എഫേർട്ട് ഉള്ള ഒരു സംഭവമല്ല. A+ കിട്ടാൻ വളരെ എളുപ്പമാണ്. A+ കിട്ടാൻ എത്രത്തോളം പഠിക്കണം? A+ കിട്ടാൻ വേണ്ടി മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക, അത് ചെയ്യുക. അത് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു 85% മാർക്സ് ഷുവറാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പരമാവധി ചെയ്യേണ്ടത് കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അത് പറ്റുമെങ്കിൽ ക്വാർട്ടർലിയും ഹാഫ് ഇയർലിയും ഒക്കെ എടുക്കുക. അത് കൂടാതെ ഫൈനൽ ഇയർ എക്സാംസ് എടുക്കുക. ഇത് നമ്മൾ വൃത്തിക്ക് അതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 85 to 90% മാർക്ക് നമുക്ക് കംപ്ലീറ്റ്ലി ഷുവറാണ്. അതിന്റെ പുറത്തോട്ട് നമുക്ക് ചോദിക്കാൻ പോകുന്നില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ അവിടെ നമുക്ക് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മളൊന്ന് മേക്കപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് നമ്മൾ ബേസിക്കലി A+ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത്. A+ കിട്ടാൻ വേണ്ടി അപ്പോൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് പേപ്പേഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും കുറച്ച് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെച്ചാൽ അത് നമുക്ക് എക്സാമിന്റെ തലേ ദിവസമൊക്കെ ആയിട്ട് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. അത് തന്നെ മതിയാവും നമുക്ക് പലപ്പോഴും A+ ലഭിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം ഈ A+ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രത്തോളം എഫേർട്ട് ഇടേണ്ടതുണ്ടോ എന്നുള്ളതാണ്. A+ കിട്ടാൻ ഇടുന്നതിനേക്കാൾ എഫേർട്ട് നമ്മൾ ഇടേണ്ടത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു വേൾഡിന് വേണ്ടി. കാരണം A+ കിട്ടിയിട്ട് എന്താ കാര്യം? A+ കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടും, അല്ലെങ്കിൽ പത്രത്തിൽ ഫോട്ടോ വരും, അല്ലെങ്കിൽ സ്കൂളിന്റെ മുമ്പിൽ നമ്മുടെ ഫ്ലെക്സിൽ നമ്മൾ ഫോട്ടോ വെക്കും അല്ലെ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലൊരു യൂണിവേഴ്സിറ്റി നമുക്ക് പോയി പഠിക്കണം. നമുക്കൊരു IIT പോയി പഠിക്കണം, അല്ലെങ്കിൽ NIT പോയി പഠിക്കണം, AIIMSൽ പോയി പഠിക്കണം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി പഠിക്കണം. ഇതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങളെപ്പോലെ A+ന് വേണ്ടി അല്ലാതെ ഇതിനു വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്ന കുറെ കുട്ടികൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുണ്ട്. അവരുമായി കോമ്പീറ്റ് ചെയ്ത് JEE NEET പോലത്തെ പരീക്ഷകൾക്കൊക്കെ നമുക്ക് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ചുകൂടി അങ്ങോട്ട് ഓറിയന്റഡ് ആയിരിക്കണം, കരിയർ ഓറിയന്റഡ് ആയി ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ഒരു A+ എന്നുള്ളതിലപ്പുറം നമ്മൾ ബേസിക്കലി ചിന്തിക്കേണ്ടത് എങ്ങനെ നമുക്ക് ഇത്തരം സ്ഥലങ്ങളിൽ എത്തിപ്പെടാം, അതിനുവേണ്ടി ഞാൻ എന്ത് പഠിക്കണം, അതിനുവേണ്ടി ഞാൻ എങ്ങനെ പഠിക്കണം എന്നുള്ളതായിരിക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ആണ്, അതായിരിക്കണം നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ച് പഠിച്ചാൽ തന്നെ A+ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയി കിട്ടും. A+ന് വേണ്ടി നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടില്ല. കാരണം ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഇപ്പോൾ XandY ഫൗണ്ടേഷനിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. കഴിഞ്ഞ തവണ എല്ലാവർക്കും ഫുൾ A+, ഒരാൾക്ക് മാത്രമായിരുന്നു 9A+ ഉണ്ടായിരുന്നത്. അയാൾ റീവാലുവേഷൻ കൊടുത്ത് ഫുൾ A+ നേടി. അപ്പോൾ അവർക്ക് ഫൗണ്ടേഷന്റെ കൂടെ A+ കിട്ടുക എന്നുള്ളത് ഒരു വിഷയമേ അല്ല. കാരണം അത് അവരുടെ ഡെയിലി റൂട്ടീന്റെ ഭാഗമാണ് പഠനം എന്നുള്ളത്. CBSEയിൽ 90% ആൾക്കാർക്കും ഫുൾ A1 ആണ്. കാരണം
അവരുടെ റൂട്ടീന്റെ ഭാഗമാണ്. അപ്പൊ അവർക്ക് A1 A+ എന്നൊരു വിഷയമല്ല, അത് അതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകളിൽ ഒന്ന് മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ A+ കിട്ടുക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമല്ല. കുറച്ച് എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ട് നമ്മൾ ബുദ്ധിപരമായി സ്മാർട്ട് ആയിട്ടിട്ട് നമ്മൾ കഴിഞ്ഞൊരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളൊന്ന് അരച്ച് കലക്കി കുടിച്ചാൽ തന്നെ നമുക്ക് A+ ഏത് വിഷയങ്ങളിലായാലും ഇങ്ങോട്ട് കയ്യിൽ പോരും അത് അങ്ങോട്ട് എടുക്കാം. ഓക്കെ, പക്ഷേ ഒരു NEET പോലത്തെ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്, കുറച്ചുകൂടി നല്ലൊരു മാത്തമാറ്റിക്കൽ ബേസിസ്, കുറച്ചും കൂടി പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതൊക്കെ പ്രധാനമാണ്. അപ്പൊ അതിലോട്ട് നമ്മുടെ സമയം, കാരണം ഇപ്പോഴാണ് നമുക്ക് സമയം ഉണ്ടാവുക. ഈ A+ വാങ്ങാനുള്ള ഈ സമയത്താണ് നമുക്ക് സ്കൂൾ കാലഘട്ടത്തിലാണ് നമുക്ക് സമയം ഉണ്ടാവുക. 11th 12th എത്തിയാൽ പിന്നെ മൊത്തത്തിൽ ബിസി ആയി പോകും. നിങ്ങൾ 11th 12th നിങ്ങളുടെ ചേട്ടന്മാരോട് ചേച്ചിമാരോടൊക്കെ ചോദിച്ചു നോക്കുക. അപ്പൊ പിന്നെ ഒന്നും ആലോചിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ ഇപ്പോഴേ നമ്മൾ അതിനൊരു നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബേസ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. അപ്പോൾ എത്രത്തോളം പഠിക്കണം A+ കിട്ടാൻ വേണ്ടിയിട്ട്? A+ കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ട A+ ചെറിയൊരു മൈൽ സ്റ്റോൺ മാത്രം. വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ച് പഠിക്കുക. ഓക്കെ, ചെറിയ ലക്ഷ്യങ്ങൾ അതിന്റെ കൂടെ നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ അച്ചീവ് ചെയ്യും, യാതൊരു സംശയവും വേണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.